പതിവനുസരിച്ചുള്ള ആർഭാടത്തോടും നാടകീയതയോടും ആഡംബരത്തോടും കൂടിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പൂരം ആരംഭിച്ചത്. നമ്മുടെ ചരിത്രപ്രസിദ്ധമായ പൂരനഗരത്തിൽ ഈ തരത്തിലുള്ള ഒരാരംഭം കുറിച്ചത് രാഷ്ട്രീയമായ വിവിധ തരം കണക്ക് കൂട്ടലുകളോടുകൂടി തന്നെയാണ് എന്നത് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ മുൻപ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ഉദ്ഘാടനം തന്നെയായിരുന്നു തൃശ്ശൂരിൽ നടന്നത് എന്നതും വളരെ വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 3-4 മാസത്തിനകം പ്രഖ്യാപിക്കും എന്ന കണക്ക് കൂട്ടലുകളാണുള്ളത്. എന്നാൽ അതിനൊക്കെ മുൻപേ തന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിച്ച് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഒരു പ്രചരണം എന്ന മട്ടിലാണ് ശ്രീമാൻ നരേന്ദ്രമോദി തൃശ്ശൂർ നഗരത്തിൽ തന്നെ ഈ പ്രചരണം നടത്തിയത്. എന്തൊരു നാടകീയതയും ആർഭാടവും ആഡംബരവുമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ റോഡ് ഷോ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക വാഹനം ഗുജറാത്തിൽ നിന്ന് വിമാനമാർഗം ഇവിടെ എത്തിക്കുകയായിരുന്നു. അതിനെ പുഷ്പാലങ്കൃതമാക്കിയത് ബാംഗ്ലൂരിൽ നിന്ന് വന്നതായ പ്രത്യേക തരം ടീമാണ്, പ്രത്യേക തരം പുഷ്പങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നാടകീയത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർഭാടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. അദ്ദേഹം ആ തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രസംഗിക്കുമ്പോഴൊക്കെ അദ്ദേഹം മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊടുക്കുകയും അത് കേൾവിക്കാരിൽ നിന്ന് തിരിച്ച് കേൾക്കുകയും ചെയ്യുക എന്ന രീതിയൊക്കെ അദ്ദേഹം എല്ലാ സമയത്തും പുലർത്തുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രചരണ ശൈലിയാണ്. അതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് പറയാനായി സാധ്യമല്ല. എന്നാൽ ഇവിടെ നാം കാണേണ്ടതായ ഒരു രാഷ്ട്രീയ അംശം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിനെ ഉന്നം വെച്ച് ആ നഗരം തിരഞ്ഞെടുത്തു. എ ക്ലാസ് മണ്ഡലമെന്ന് കേരളത്തിലെ BJP നേതാക്കൾ ഇതിനോടകം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം. അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സിനിമാ താരത്തെയാണ്, ബഹുമാന്യനായ സുരേഷ് ഗോപി. കേരളത്തിൽ 2-3 മണ്ഡലങ്ങൾ കൂടി അവർ നോട്ടമിടുന്നുണ്ട് എങ്കിലും ഇപ്പോൾ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ശ്രീമാൻ സുരേഷ് ഗോപി മത്സരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ക്രൈസ്തവ സമൂഹം നിർണായകമായ ഒരു ശക്തിയാണ്. നാം ഈ അടുത്ത സമയത്തായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സവിശേഷമായ കാര്യം, ശ്രീമാൻ നരേന്ദ്രമോദി ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് നിർത്തുന്നതിനായിട്ട് പല രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെ ഒരളവ് വരെ അത്ഭുതപ്പെടുത്തിയതാണ് ക്രിസ്മസ് ദിനത്തിൽ ബഹുമാന്യനായ നരേന്ദ്രമോദി ഡൽഹിയിൽ നടത്തിയതായ ക്രിസ്മസ് വിരുന്ന്. അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണം അവസാനിക്കാൻ അധികം നാളുകളില്ല. കഴിഞ്ഞ 9 വർഷങ്ങളിലും നടത്താതിരുന്ന ഒരു ചടങ്ങ് ഇപ്രാവശ്യം അദ്ദേഹം വളരെ ആസൂത്രിതമായി നടപ്പിലാക്കി. ക്രിസ്മസ് വിരുന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ക്രമീകരിക്കുകയും അതിൽ ക്രൈസ്തവ സഭകളുടെ നേതാക്കന്മാരെ ക്ഷണിതാക്കളായി വിളിക്കുകയും ചെയ്തു. ഇവിടെ ഉയരുന്നതായ ഒരു പ്രധാന ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഇങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടായത്? ഉത്തരം തേടി വളരെ ഒന്നും അലയേണ്ട ആവശ്യമില്ല.
ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 10 വോട്ട് കൂടുതൽ കിട്ടാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകമായ സാങ്കത്യം എന്ന് പറയുന്നത് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ കലാപമാണ്. ഇന്നും ആ കലാപം അവസാനിച്ചിട്ടില്ല. ഏതാണ്ട് റഷ്യ ഉക്രൈൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ പോരാട്ടം പോലെ അനന്തമായി നീണ്ടുപോകുന്ന രീതിയിലായി പോകുമോ എന്ന് അത്യന്തം ജിജ്ഞാസയോടും ഭയത്തോടും കൂടെ കാണുകയാണ് മണിപ്പൂരിലെ കലാപം. എത്ര നാളുകളായി ആ കലാപം ആരംഭിച്ചിട്ട്? അവിടുത്തെ 2 വിഭാഗം ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ്, വെടിവെക്കുകയാണ്, ആരാധനാലയങ്ങൾ കത്തി നശിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. അപ്പോൾ അവരുടെ ക്രൈസ്തവരുടെ വികാരങ്ങളൊക്കെ വളരെ വ്രണപ്പെട്ടിരിക്കുകയാണ്, വേദനിക്കുകയാണ്. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഇന്ന് വരെയും അവിടെ ശാശ്വതമായ സമാധാനം വരുത്തുന്നതിന് ഫലകരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ പോലും വളരെ ഗൗരവമായ ചർച്ച നടന്നപ്പോൾ വളരെ ബോധപൂർവമായി അതിൽ നിന്നൊക്കെ മാറി നിൽക്കുവാനാണ് ശ്രീമാൻ നരേന്ദ്രമോദി ശ്രമിച്ചത്. അത് പരക്കെയുള്ള വിമർശനത്തിനിടയായിട്ടുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം വ്രണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വ്രണം ഒന്ന് ശമിപ്പിക്കുക എന്ന വളരെ തന്ത്രപരമായ സമീപനത്തിൻ്റെ ഭാഗമെന്ന രീതിയിൽ തന്നെയാണ് ഈ സഭാ നേതാക്കന്മാരെ വിരുന്നിന് ക്ഷണിച്ചത്. അതുകൊണ്ട് മണിപ്പൂരിലെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അവരുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്, നിർണായകമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ നിലപാട് വളരെ പ്രധാനമാണ്. അവരുടെ അംഗസംഖ്യ വളരെ വലുതാണ്. ഇതെല്ലാം കരുതിക്കൂട്ടിയാണ് ബഹുമാന്യനായ നരേന്ദ്രമോദി തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പൂരത്തിനായി തിരഞ്ഞെടുത്തത്. എന്തായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ഉണ്ടാകുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ജനക്കൂട്ടത്തിൻ്റെയൊക്കെ പങ്കാളിത്തം വെച്ചുകൊണ്ട് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനായി സാധ്യമല്ല. കാരണം അവിടെ നടന്നതായ മഹിളാ സംഗമത്തിൽ പങ്കെടുത്തത് ആ മണ്ഡലത്തിലുള്ള മഹിളകൾ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള മഹിളകളെ നേരത്തെ മുൻകൂട്ടി ക്രമീകരിച്ചാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ വന്നു ചേർന്ന ആളുകളുടെ സംഖ്യ വെച്ചുകൊണ്ട് അതായിരിക്കും യഥാർത്ഥ വോട്ടർമാരുടെ സംഖ്യ എന്നുള്ള ഒരു സമവാക്യത്തിലെത്തുന്നത് ശരിയല്ല. അങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ളത് താനും. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ സംരക്ഷകരാണ് എന്നുകൂടി ഒരു സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ഉന്നത്തോടു കൂടിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. അതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിൽ പ്രവേശിച്ച് സ്വാധീനമുണ്ടാക്കാനായി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനും മറ്റു ചില ആളുകളും ഔപചാരികമായി സഭയുടെ ചട്ടങ്ങൾക്കൊക്കെ അല്പം മാറി നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഈ അടുത്ത സമയത്ത് അംഗത്വമെടുക്കുകയും പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും, അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു നടപടിയാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 22%-ലധികമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇതുവരെ BJPക്ക് കാര്യമായി ക്രൈസ്തവ സമൂഹത്തിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന വളരെ ഗൗരവമായ ലക്ഷ്യത്തോടുകൂടെ നാം സാധാരണ പറയുന്നത് പോലെ BJPയുടെ ആവനാഴിയിലുള്ള സകല അമ്പുകളും എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നു എന്നതിൻ്റെ തുടക്കമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ
തൃശ്ശൂരെ പ്രചരണ ഉദ്ഘാടനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നടന്നതായ സംഭവങ്ങൾ എന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത് ഏത് തരത്തിൽ പാർട്ടിയെ സഹായിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഏറ്റുമുട്ടലാണ് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഇതുവരെയും കാര്യമായി ഒന്നും തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയാകട്ടെ പാർലമെൻ്റ് ആകട്ടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിൻ്റെ എല്ലാം കേട് തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സ്റ്റാർ മണ്ഡലം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ എല്ലാ അടവുകളും പയറ്റുക എന്നതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. അതിനുവേണ്ടിയാണ്, ഈ ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണ് ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദിയെ കൊണ്ടുവന്നത് എന്നത് നാം ഗൗരവത്തോടുകൂടെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വന്നതും എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ്. ഈ ശക്തമായ സന്ദേശം നൽകുന്നതിനാണ്. ക്രൈസ്തവ സഭ BJP എപ്പോഴും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സഭയാണ്, സമൂഹമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിർണായകമായ പങ്കാളിത്തമുള്ള സ്വാധീനമുള്ള ക്രൈസ്തവ സമൂഹത്തെ പ്രീണിപ്പിക്കുകയും തങ്ങളോടൊപ്പം നിർത്തുകയും ചെയ്യുക എന്ന വളരെ പ്രകടമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി 2 ദിവസം മുൻപ് തൃശ്ശൂർ നഗരത്തിൽ നടത്തിയ ഈ നാടകീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണ യോഗം എന്ന് തന്നെ കാണണം. എന്തായാലും കേരള സമൂഹം അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നാം കാണാൻ പോവുകയാണ്.